ഈ വീടിന്റെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ വീട് മറ്റൊരാൾക്ക് ഡോറ പോലും അറിയാതെ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ പോലും അറിയാതെ ഈ വീട് മറ്റൊരാളുടെ പേരിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത സംഭവം അറിയുന്നത്. നമസ്കാരം. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു വീടിനെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളും അതിനേക്കാളുപരി വലിയൊരു കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, മെർലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന 75ഓളം വയസ്സുള്ള വസന്ത എന്ന് പറയുന്ന സ്ത്രീ, ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഈ വീട് തട്ടിയെടുക്കാൻ വേണ്ടി അടക്കം മാറ്റുകയും ആധാർ കാർഡ് അടക്കം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. കോടികൾ തട്ടിയെടുത്തു എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളും അതിനേക്കാളുപരി നിരവധി സംശയങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. വലിയൊരു സംഘം തന്നെ ഇത്തരത്തിൽ ഈ ഒരു വീട് തട്ടിയെടുക്കാൻ ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന് ചുറ്റുമുള്ള സമീപവാസികളുടെ ഒക്കെ തന്നെ സംശയം. സംഭവം വലിയ രീതിയിൽ വാർത്തയായിട്ടില്ല എങ്കിൽ പോലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. കാരണം നമ്മുടെ രാജ്യത്ത് എന്ത് സംരക്ഷണമാണ് ഉള്ളത് എന്ന് ചോദ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആധാറിലെ ഒരു ഫോട്ടോ പോലും മാറിക്കഴിഞ്ഞാൽ വലിയ സംശയമുണ്ടാകുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ ഇവിടെയുള്ള ഈ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഡോറ എന്ന് പറയുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ താമസിച്ചു വരികയാണ്. അവിടെയാണ് അവരുടെ കുടുംബമുള്ളത്. അവിടെ വർഷങ്ങളായിട്ട് താമസിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ വീടും പരിസരവും ഒക്കെ അവരുടെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധുവാണ് ഇവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പോലും അറിയാതെ വലിയൊരു തട്ടിപ്പ് ഈ വീടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഡോറ എന്ന് പറയുന്ന ഈ വീടിന്റെ ഉടമസ്ഥതയുടെ ബന്ധുവായിട്ടുള്ള ആൾ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ, ഇതിന്റെ ഈ വീടിന്റെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരു ഓഫീസിൽ എത്തിയപ്പോഴാണ് ഈ വീട് മറ്റൊരാൾക്ക്, ഡോറ പോലും അറിയാതെ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ പോലും അറിയാതെ ഈ വീട് മറ്റൊരാളുടെ പേരിലേക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത സംഭവം അറിയുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ 2 സ്ത്രീകൾ 1.5 കോടിയോളം രൂപയ്ക്ക് ഈ വീട് വിറ്റിരിക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ശാസ്തമംഗലം ജവഹർ നഗറിലെ വീടും വസ്തുവുമാണ് ഇത്. ഇതിന് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ വീട് തട്ടിയെടുത്തിരിക്കുന്നത്. നിലവിൽ പുനലൂർ, അയലമൺ, ചണ്ണപ്പേട്ട, മണക്കാട് താമസിക്കുന്ന ഒരു മെറിൻ എന്ന് പറയുന്ന യുവതിയും അതുപോലെ തന്നെ വസന്ത എന്ന് പറയുന്ന യുവതിയുമാണ് ഈ കേസിൽ വീട് തട്ടിയെടുക്കാൻ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഡോറ അസറിയ ക്രിപ്സി എന്ന് പറയുന്ന യുവതിയുടെ ഉടമസ്ഥതയിലെ വീടാണ് ഇത്. അപ്പോൾ ഈ ഡോറയെ പോലെ കാണാൻ സാദൃശ്യമുള്ള ഒരു യുവതിയാണ്, അല്ലെങ്കിൽ ഒരു വൃദ്ധയാണ് ഈ പറയുന്ന വസന്ത എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ വീട് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. രൂപസാദൃശ്യമുള്ള വസന്തയെ മുൻനിർത്തി ഈ പറയുന്ന മെറിനാണ് വീട് മറ്റൊരു ആളുടെ പേരിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ എന്ന് വരുത്തി തീർത്ത് വ്യാജ പ്രമാണം, വ്യാജ ആധാർ കാർഡ് എന്നിവയുണ്ടാക്കി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്താണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയതിനു ശേഷം അടുത്ത മാസം തന്നെ, അതായത് ജനുവരി മാസത്തിൽ ഈ വീട് ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആൾക്ക് വിലയാധാരമായിട്ട് എഴുതി കൊടുക്കുകയായിരുന്നു. വീടും സ്ഥലവും മറ്റൊരാളിന്റെ പേരിലാണെന്ന് അറിഞ്ഞതോടുകൂടെയാണ് വീട് സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഡോറയുടെ ബന്ധു അദ്ദേഹം മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രജിസ്റ്റർ ഓഫീസിൽ നൽകിയ രേഖകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ആ രേഖകളിൽ ഉണ്ടായിരുന്ന വിരലടയാളമാണ് ഇത് ഒരു വ്യാജ രേഖകളാണ് എന്ന് കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതിന് പിറകിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ള വലിയൊരു സംശയമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ പറയുന്ന മെറിനാണെങ്കിലും അല്ലെങ്കിൽ
വസന്തയാണെങ്കിലും അവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു തട്ടിപ്പ് അല്ല ഇത് എന്നുള്ളതാണ്. ഈ വീടിനെ സംബന്ധിച്ച് 45 വർഷത്തോളമായിട്ട് ഈ ഉടമ ഈ നാട്ടിൽ പോലും വരാത്തൊരു സാഹചര്യമാണ്. ഡോറ എന്ന് പറയുന്ന യുവതി ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നത് അവർ ചിന്തിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ്. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള പലരും ഈ വീട് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡോറയുമായി നേരിട്ട് നടത്തിയിരുന്നു. മൊബൈൽ വഴി ഈ വീട് 3.5 കോടിക്കടക്കം വിൽക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ നടത്തിയതിന് തൊട്ട് പിറ്റേത്തെ മാസമാണ് ഇത്തരത്തിൽ അവർ പോലും അറിയാതെ മറ്റൊരാൾക്ക് ഈ വീട് വിൽക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വീട് ഈ രണ്ട് യുവതികൾ മാത്രം ചേർന്നുകൊണ്ട് ഇങ്ങനെ മറ്റൊരാളുടെ പേരിലേക്ക് വിൽക്കാൻ പറ്റിയത് എന്നത് വലിയൊരു ചോദ്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയവും. കാരണം ഓരോ ഓഫീസുകളിലും കൃത്യമായിട്ടുള്ള പിടിപാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, രാജ്യം വിട്ട് പുറത്തു പോകുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് സ്ഥിരതാമസത്തിന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരക്കാരുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇത്തരം സ്ഥലങ്ങൾ അല്ലെങ്കിൽ വീട് ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റുന്നത് എന്നൊരു ആശങ്ക കൂടെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഡോറയെ സംബന്ധിച്ച ഇത്തരത്തിലുള്ള യാതൊരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. വാർത്തകളിലൂടെയാണ് അവർ പോലും അവരുടെ വീട് മറ്റൊരാൾ കൈക്കലാക്കിയിരിക്കുന്നു എന്നത് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. എല്ലാ വകുപ്പുകളിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു സംഘം തന്നെ ഇതിന് പിറകിലുണ്ട് എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡോറ ഒരിക്കലും ഇനി തിരികെ വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീടും സ്ഥലവും തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏകദേശം 3.5 കോടിയിലധികം രൂപ വില വരുന്ന വീടാണ് ഇത്. പക്ഷേ ഈ പറയുന്ന ഡോറയും ഈ പറയുന്ന തട്ടിയെടുത്തിട്ടുള്ള 2 സ്ത്രീകളും പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവർ 1.5 കോടി രൂപയ്ക്കാണ് ഈ വീട് വിറ്റതെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിറകിൽ ഉള്ള ആളുകൾ അതിനേക്കാൾ വലിയ പണം ഇതിന്റെ പേരിൽ വാങ്ങിയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരം. നിലവിൽ ഈ വീട് ഇപ്പോൾ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഈ വീട് കൊണ്ടുവരികയും ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തത് ഈ പറയുന്ന ചന്ദ്രസേനന്റെ മരുമകനാണോ എന്നുള്ള സംശയമടക്കം ഇപ്പോൾ ഏറ്റവും വലിയ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ സംശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വീട് വാങ്ങിയതിനു ശേഷം നിയമവിരുദ്ധമായിട്ടാണെങ്കിലും തട്ടിപ്പിലാണെങ്കിലും അതിനുശേഷം വീട് വാങ്ങിയതിനു ശേഷം ഇവിടെ നടന്നിരിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. അതായത് ഈ വീട് വാങ്ങിയതിനു ശേഷം 1 മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ വീട് അവർ ഈ പറയുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുടെ പെർമിഷൻ പോലും ഇല്ലാതെ ഒരു ദിവസം വന്ന ഈ വീടിന്റെ പിറകുവശത്തുകൂടെ കയറി വന്ന് വാതിലുകൾ തല്ലിപ്പൊളിച്ചതിന് ശേഷം ഈ വീടിനുള്ളിലുള്ള വസ്തുക്കളെല്ലാം തന്നെ മറിച്ചു വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ വില വരുന്ന പല ഫർണിച്ചറുകളും തുച്ഛമായിട്ടുള്ള ആക്രി വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഒരിക്കൽ പോലീസ് തന്നെ ഈ സ്ഥലത്ത് ഇവിടെ ആളുകളൊക്കെ ജോലിക്കാർ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു വീടിൽ ജോലി ചെയ്യുന്നത്, ആര് പറഞ്ഞിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നതൊക്കെ അന്വേഷിക്കാൻ പോലീസ് ഇവിടെ എത്തിയപ്പോൾ ആ ഒരു സംഭവത്തിൽ ജോലിക്കാർ പോലും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. അതായത് സ്വന്തം പേരിൽ നിയമപരമായിട്ടാണ് ഈ വീട് സ്വന്തമാക്കിയതെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ വീട് കുത്തിപ്പൊളിച്ച് ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു ക്ലീനിങ് പ്രോസസ് ഒക്കെ നടത്തിയത് എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. അതേസമയം ഈ സംഭവം കഴിഞ്ഞ് 1 മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഗണപതി പൂജ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതുമുണ്ട്. അത് മാത്രമല്ല വീടിന്റെ പേരും അവർ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഡോറയുടെ ഹസ്ബൻഡിന്റെ പേരായിരുന്നു ഈ വീടിനുണ്ടായിരുന്നത്. അത് പിന്നീട് മാറ്റി ഇപ്പോൾ ഈ പറയുന്ന ചന്ദ്രബോസിന്റെ വീടെന്നുള്ള നിലയിൽ ഈ വീടിന്റെ പേരടക്കം മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നാട്ടുകാരെടുത്ത് ആരെടുത്തും ഈ വീട് ഞാൻ വാങ്ങി എന്നുള്ള രീതിയിൽ ഇവരാരും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഇവരുടെയൊക്കെ സഹായത്തോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നുള്ള സംശയമുണ്ട്. എന്തായാലും നിലവിൽ 2 സ്ത്രീകളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു തെളിവായിട്ട് 2 സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ
ഒരുപക്ഷെ ഒരു വലിയ സംഘത്തിന്റെ തന്നെ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. എന്തായാലും പോലീസ് ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു വീട് മാത്രമാണ്, ഈ പ്രദേശത്തുള്ള പല വീടുകളും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരിക്കലും തിരികെ വരില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിൽക്കുന്ന വീടുകളും സ്ഥലങ്ങളും ഒക്കെ ഇത്തരത്തിൽ പലരും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്.